Panikar here inside my house. Today is February 14, 2026 and the time is 7:45. And what I have to say is yesterday this Somarajan was creating fake stories that I kept this Siji Subramanian as my husband, it seems. What drama, I don't know, like what third rate fake story, I don't know actually. And so many people heard and they all know, I did not. They only said what we all know, there is no need for you to keep that bastard as your husband, this and that. Okay, people knows that. And I am from the very beginning, I am saying the same thing, and all those things are there as an evidence that I never ever kept this bastard. I never ever had any relationship with these bastards actually. Okay, these bastards are trying to create stories. ഇവരിങ്ങനെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടിരിക്കുക. നമ്മുടെ ഭർത്താവാൻ നടക്കുക, മറ്റേതാവാൻ നടക്കുക, കുറേ അവന്മാരും അവളുമാരും. അപ്പം നമുക്ക് എല്ലാ റൈറ്റും ഉണ്ട്. ഇവന്മാർ ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാ റൈറ്റും ഉണ്ട്. അത് ഫേക്കാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട്. മനസ്സിലായല്ലോ. അതിനി പോലീസിൻ്റെ അടുക്കലായാലും ശരി, പോലീസിനെ വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നൊന്ന് പ്രൂവ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാ രീതിയിലും നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഇവന്മാർ എവിടെയോട്ടാണ് പോകുന്നത്, ഇവൻ്റെ വഴിയാണ് പോകുന്നത്, നമ്മുടെ വീട്ടിൽ വരുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ഇവന്മാർ പോകുന്നുണ്ടേ ഇങ്ങനെ നാഴിക്ക് 40 തൊട്ട് ഇവന്മാർ ഈ വഴിയെ പോയി സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഫേക്കായിട്ടുള്ള സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് എല്ലാ റൈറ്റും ഉണ്ട്. കാരണം ഇവന്മാരുടെ വഴിയാണ് പോകുന്നതെന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും, അതിനെന്തൊക്കെ വേണമെങ്കിലും ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. എന്നുവെച്ചാൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് പിക്ചർ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള പിക്ചർ പ്രൂവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നുണ്ട്. അല്ലാതെ ഇവന്മാരെ കല്ലെറിയാനും പിടിക്കാനും ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ. അവൻ്റെ വഴിയേ പോകുന്നു. ശരി, ഇവൻ അവൻ്റെ വഴിയേ പോകുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു എന്നുള്ള ഫേക്കായിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ അവനൊരു റൈറ്റും ഇല്ല. മനസ്സിലായില്ലേ? നമ്മുടെ ആരാണ്ടാന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കാനും അവൻ എൻ്റെ ഭർത്താവാനും അങ്ങനെ പല പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു റൈറ്റും ഇവന് സുബ്രഹ്മണ്യനോ ഒരാൾക്കും, സോമരാജനും സുബ്രഹ്മണ്യനും എന്നാൽ ഈ ലോകത്തെ ഒരു മനുഷ്യനും ഇല്ല, നമ്മുടെ അറിവില്ലാതെ. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരാളിനെ ഒക്കെ ആളിനും സമ്മതമാണെങ്കിൽ നമുക്ക് ഭർത്താവാക്കാം. അല്ലാതെ എന്തുവാ മറ്റേ ആളിനെയും കൂടെ സമ്മതം വേണം. അല്ലാതെ എൻ്റെ ഭർത്താവാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലയോ? കാണുന്നവരെയും തോന്നുന്നവരെയൊക്കെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവെന്നും പറയാൻ ആർക്കും ഒരു റൈറ്റും ഇല്ല. അപ്പോൾ ഇവനിങ്ങനെ ഇതുവഴി വഴിയേ പോയേച്ച് എൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്, അവൻ എൻ്റെ ഭർത്താവാണെന്നൊക്കെ പറയാൻ വന്നാൽ എനിക്കിപ്പോൾ എല്ലാ റൈറ്റും ഉണ്ട് പ്രൂവ് ചെയ്യാൻ ഇവൻ എൻ്റെ ഭർത്താവും അല്ല, ആരും അല്ലെന്നുള്ളത്. അപ്പോൾ ഞാനത് ചെയ്തിരിക്കും. അത് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ സൈലൻ്റായിട്ട് ഇവന്മാർ പോകുന്നത് ഇന്നോട്ടാണ്, അവൻ്റെ വഴിയാണ് പോകുന്നത് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നും ഞാൻ എടുക്കുന്നില്ല. അതിനെല്ലാ രീതിയിലുള്ള റൈറ്റും എനിക്കുണ്ട്. ഇനി ഏത് വലിയ ദേവേന്ദ്രൻ വന്നാലും എന്നോട് പോലീസുകാരും പറഞ്ഞിട്ടുണ്ട് അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലയോ? പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരാളെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും വരാൻ പോകുന്നില്ല. അവൻ്റെ എന്താ ഉരുകിയൊന്നും പോകത്തില്ലെങ്കും നമ്മൾ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്നുണ്ട്, നമ്മുടെ കോമ്പൗണ്ടിനകത്ത് എന്നും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ആരുടെ എടുക്കലും ഇതിന് പോകുന്നില്ല. ഇവന്മാർ ഇങ്ങോട്ട് കയറി വരികയാണ്. ഇങ്ങനത്തെ കള്ളക്കഥകളും മറ്റേ കഥകളും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുറേ എണ്ണം നടക്കുകയാണ്. അല്ലാതെ വേറൊന്നുമില്ല. ഇവന്മാർക്ക് എന്നെ സ്റ്റോക്ക് ചെയ്യാൻ ഈ സോമരാജൻ്റെ കയ്യിലും എൻ്റെ യൂട്യൂബൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. എന്താണ് ആ കാര്യം? ഇവനാരാ എൻ്റെ യൂട്യൂബ്? ഇതെല്ലാം എങ്ങനെ അറിയുന്നത്? അപ്പോൾ ഇവന്മാർ, ഞാൻ ഡൽഹി പോയപ്പോഴും ഇവന്മാരാണ് ഈ ശല്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അവരുമായിട്ടെല്ലാം ഇതെല്ലാം നമ്മൾ കോടതിയിൽ കൊണ്ടുവരും. ഇവന്മാരാരാ ഡൽഹിയിലുള്ളവരെയൊക്കെ പിടിച്ച് നമ്മുടെക്കെതിരെ അതും ഇതും ചെയ്യാൻ, നമ്മുടെ സമാധാനപരമായ ജീവിതത്തിൽ കണ്ട തെമ്മാടികളെയൊക്കെ ഇടപെടുത്താനും ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യണം ഇവന്മാരൊക്കെ ആരാണ്? എല്ലാ അവന്മാരുടെ ഫോട്ടോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏതൊക്കെ അവന്മാർ ഫേക്കായിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്തോ അവന്മാരെ എല്ലാം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെല്ലാം വിശദമായിട്ട് എഴുതി കൊടുക്കും. നമ്മുടെ കയ്യിൽ അതിൻ്റെ ഉള്ള പ്രൂഫും ഉണ്ട്. നമ്മൾ ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ളതിന് 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസത്തെയും ഇതുണ്ട് നമ്മുടെ കയ്യിൽ, പ്രൂഫുണ്ട്. നമ്മൾ ആരുടെ കൂടെ ഇരിക്കുന്നത്, മുക്കുമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എന്നൊക്കെയുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇവനൊക്കെ ആരാണ്? ഇവൻ ചുമ്മാതെ കുറേ അവന്മാരെ വിട്ട് പെണ്ണുങ്ങളുടെ ഭർത്താവാണ്, ഭാര്യയാണെന്നൊക്കെ പറയുന്നത് ഇവൻ ആരാണ്? കണ്ട ആണുങ്ങളുടെ ഭാര്യമാരാണെന്ന് പറഞ്ഞു കുറേ ആൾമാർ അഭിനയിക്കുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ 3 പെണ്ണുങ്ങളോ 5 പെണ്ണുങ്ങളോ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പൊസിഷനും അതും ഇതുമൊക്കെ ഉള്ളവരുടെ പുറകിനും അല്ലെങ്കിൽ ഇപ്പം മിടുക്കുള്ളവരുടെയൊക്കെ പുറകിന് കുറേ ഒക്കെ വായി നോക്കികൾ ഇങ്ങനെ അങ്ങ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് ഇത്. കുറേ വായി നോക്കികൾ ഇങ്ങനെ അങ്ങ് നടക്കുക. മനസ്സിലായില്ലേ? നമ്മളെവിടെ പോയാലും, നമ്മൾ ജോലിക്ക് പോയാൽ അവിടെ ശല്യം, എവിടെയും ശല്യമായിട്ട് കുറേ വായി നോക്കികൾ പുറകിന് നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ശല്യമാണ്. ഇവന്മാർക്ക് ആര് കൊടുക്കുന്ന ഈ റൈറ്റ്?